എല്ലാ കൂട്ടുകാർക്കും സ്റ്റഡി ടേബിളിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലൈഫ് പ്രോസസ്സസിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓട്ടോട്രോപിക് ന്യൂട്രീഷൻ പഠിച്ചു, അതായത് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്, മെയിൻലി ഫോട്ടോസിന്തസിസ് നമ്മൾ പഠിച്ചു. നിങ്ങൾ ആ ക്ലാസ് എല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിറ്ററോട്രോപിക് ന്യൂട്രീഷൻ ആണ്. ഹിറ്ററോട്രോപിക് ന്യൂട്രീഷൻ 3 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ, second one parasitic nutrition, and third one holozoic nutrition. What is saprophytic nutrition? എന്താണ് saprophytic nutrition എന്ന് പറഞ്ഞാൽ? That is organism obtain food from dead and decaying matter. ഒറ്റ സെൻറ്റൻസിൽ നമുക്ക് എഴുതാം. ഓർഗനിസം ഒബ്റ്റെയിൻ ഫുഡ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ്, അഴുകിയ വസ്തുക്കളിൽ നിന്നൊക്കെ ഓർഗനിസം ഫുഡിനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ടൈപ്പ് ന്യൂട്രീഷന് പറയുന്ന പേരാണ് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ. അത് ചെയ്യുന്ന ആരൊക്കെയാണ്? ബാക്ടീരിയ, ഫംഗസ് ഒക്കെയാണ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ പാരസൈറ്റിക് ന്യൂട്രീഷൻ. ഓർഗനിസം ഒബ്റ്റെയിൻ ഫുഡ് ഫ്രം അനദർ ഓർഗനിസം വിത്തൗട്ട് കില്ലിംഗ് ദം. ഓർഗനിസം ഫുഡ് എവിടെ നിന്നാണ് എടുക്കുന്നത്? മറ്റുള്ള ഓർഗനിസത്തിൽ നിന്നും. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഹോസ്റ്റ് ഓർഗനിസത്തിന് ഒരു കേടുപാടും, അതായത് അതിനൊരു കേടുപാടും ഉണ്ടാകത്തില്ല. വിത്തൗട്ട് കില്ലിംഗ് ദം. എക്സാമ്പിൾ മോസ്കിറ്റോ. കൊതുക് വന്ന് നമ്മുടെ ശരീരത്തിലിരുന്ന് ബ്ലഡ് എടുക്കത്തില്ലേ? നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇച്ചിരി ചൊറിച്ചിലൊക്കെ വരുമെന്നേ ഉള്ളൂ അല്ലേ? കൊതുകിന് ഫുഡ് കിട്ടുന്നു. ടേപ്പ് വേം, ലൈസ്, ഇതൊക്കെ എന്താണ്? പാരസൈറ്റിക് ന്യൂട്രീഷനാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കസ്ക്യൂട്ട, ടിക്സ്, ലീച്ചസ് ഒക്കെ തന്നിട്ടുണ്ട് എക്സാമ്പിൾസ് ആയിട്ട്. നെക്സ്റ്റ് വൺ ഹോളോസോയിക് ന്യൂട്രീഷൻ. ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ ദാറ്റ് ഇൻവോൾവ്സ് ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർഷൻ ആൻഡ് അസിമിലേഷൻ. ഈ 4 പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യുന്ന ന്യൂട്രീഷനാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. എന്താണ് ഇൻജഷൻ? ടേക്കിംഗ് ഇൻ ഓഫ് ഫുഡ്, അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നു. ഡൈജഷൻ, നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കുന്നു. അബ്സോർപ്ഷൻ എന്താണ്? ദഹിച്ച ആഹാരത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായുള്ള വസ്തുക്കളെ നമ്മുടെ ബോഡി ടേക്ക് ചെയ്യുന്നു. ആൻഡ് അസിമിലേഷൻ എന്താണ്? വേസ്റ്റ് പ്രൊഡക്ട്സ് നമ്മുടെ ബോഡിയിൽ നിന്നും പുറന്തള്ളുന്നു. അപ്പം ഈ 4 പ്രോസസ്സുള്ള ടൈപ്പ് ന്യൂട്രീഷനാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. അതിന് എക്സാമ്പിൾ ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ്. അപ്പം നമുക്ക് ഹോളോസോയിക് ന്യൂട്രീഷനാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം പഠിക്കാൻ പോകുന്നത് ന്യൂട്രീഷൻ ഇൻ അമീബ. അമീബയിൽ സെയിം പ്രോസസ്സാണ്: ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് അസിമിലേഷൻ. അപ്പം നമുക്ക് അമീബയിൽ എങ്ങനെയാണ് ന്യൂട്രീഷൻ നോക്കാം. അമീബ takes in food using temporary finger-like extensions of the cell surface, pseudopodia, which fuse over the food particle forming a food vacuole. അമീബ ആഹാരം ടേക്സ് ഇൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ സെൽ സർഫസിൽ ടെമ്പററി ആയിട്ട് ഒരു ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻ ഉണ്ട്, അതായത് വിരൽ പോലെ അതിൻ്റെ സെൽ വാളിൽ നിന്നും 2 പ്രൊജക്ഷൻസ് വന്നിട്ട് ഈ ഫുഡിനെ എന്ത് ചെയ്യുന്നു? ഫുഡിനെ ആ പ്രൊജക്ഷൻസിനകത്തേക്ക്, അതായത് പ്രൊജക്ഷൻസിന് പറയുന്ന പേര്, സെൽ സർഫസിലെ പ്രൊജക്ഷന് പറയുന്ന പേര് സ്യൂഡോപോഡിയ എന്നാണ്. ഈ സ്യൂഡോപോഡിയ ഉപയോഗിച്ച് ഫുഡിനെ എന്ത് ചെയ്യുന്നു? കവർ ചെയ്തെടുക്കുന്നു. അതുകൊണ്ട് ആ ഡയഗ്രത്തിനകത്ത് നോക്കിയേ, ബ്ലൂ കളറിൽ കാണുന്നത് ഫുഡാണ്. അപ്പോൾ ഫുഡ് അടുത്ത് വന്നപ്പം സ്യൂഡോപോഡിയ കണ്ടോ, 2 ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വന്നിട്ട് ആ ഫുഡിനെ അങ്ങ് എൻഗൾഫ് ചെയ്യുകയാണ്, ഇൻജഷൻ. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ എൻഗൾഫ് ചെയ്ത ആ ഫുഡ് ഒരു ഫുഡ് വാക്യൂളിനകത്തോട്ടാണ് ആ ഫുഡ് കയറിയിരിക്കുന്നത്. അവിടെ വെച്ച് ഡൈജഷൻ നടക്കും. ഡൈജഷൻ നടന്നിട്ട് അമീബയ്ക്ക് വേണ്ട പാർട്ടിക്കിൾസിനെ സൈറ്റോപ്ലാസത്തിലേക്ക് എന്ത് ചെയ്യുന്നു? അബ്സോർഷൻ നടക്കുന്നു. ആ വാക്യൂളിൽ നിന്നും വേണ്ട പാർട്ടിക്കിൾസിനെ സൈറ്റോപ്ലാസത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അസിമിലേഷൻ മീൻസ് എന്താണ്? വേണ്ടാത്ത പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നു? ത്രോൺ ഔട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? സെൽ സർഫസിൽ നിന്നും ആ വാക്യൂൾ പൊട്ടി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അതാണ് അമീബയ്ക്കകത്തെ ന്യൂട്രീഷൻ. അപ്പോൾ അമീബ ടേക്സ് ഇൻ ഫുഡ് യൂസിങ് ടെമ്പററി ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻസിൻ്റെ പേരെന്താണ്? സ്യൂഡോപോഡിയ. വിച്ച് ഫ്യൂസ് ഓവർ, അത് ഫുഡ് പാർട്ടിക്കിളിനെ കവർ ചെയ്ത് ഒരു ഫുഡ് വാക്യൂൾ പോലെ അങ്ങ് ഫോം ആവും. ഈ വാക്യൂൾ എന്ത് ചെയ്യും? ദിസ് വാക്യൂൾ സെക്രീറ്റ്സ് എൻസൈംസ് ഫോർ ഡൈജഷൻ. ഡൈജഷന് വേണ്ട എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നത് ഈ വാക്യൂളാണ്. അപ്പോൾ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ സിംപ്ലർ മോളിക്യൂൾസ് ആക്കി മാറ്റുന്നു. ആഫ്റ്റർ ഡൈജഷൻ കഴിയുമ്പോൾ ഈ സിംപ്ലർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? സൈറ്റോപ്ലാസത്തിലേക്ക് ഡിഫ്യൂസായി പോകുന്നു. അത് കഴിഞ്ഞിട്ടോ റിമൈനിങ് അൺഡൈജസ്റ്റഡ് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? ഈസ് മൂവ് ടു ദ സർഫസ് ഓഫ് ദി സെൽ. സെല്ലിൻ്റെ സർഫസിലേക്ക് പോയിട്ട് ത്രോൺ ഔട്ടായി പോകുന്നു. അതാണ് അമീബയിലെ ന്യൂട്രീഷൻ. നെക്സ്റ്റ് ന്യൂട്രീഷൻ ഇൻ പാരമീസിയം. അടുത്താണ് പാരമീസിയത്തിലെ ന്യൂട്രീഷൻ.
The cell of paramecium has a definite shape and food is taken in at a specific spot. പാരമീസിൻ്റെ സെല്ല് കണ്ടോ ഒരു പ്രത്യേക ആകൃതിയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കണ്ടോ ആ ഒരു സ്പെഷ്യൽ സ്പോട്ടിൽ കൂടെ ഫുഡിനകത്തേക്ക് കയറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അതെന്ത് ചെയ്യും? ഫുഡ് ഈസ് മൂവ്ഡ് ടു ദി സ്പോട്ട്. ഫുഡിനെ ആ സ്പോട്ടിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നത് ബൈ ദി മൂവ്മെൻറ്റ് ഓഫ് സീലിയ വിച്ച് കവർ ദ എൻറ്റയർ സർഫസ് ഓഫ് ദി സെൽ. അതിൻ്റെ സർഫസിൽ മൊത്തം കണ്ടോ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഈ സീലിയ ആ ഫുഡിനെ മൂവ് ചെയ്ത് തള്ളി എന്ത് ചെയ്യുന്നു? അതിൻ്റെ മൗത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഫുഡ് പാർട്ടിക്കിൾ അകത്ത് പോകുന്നു. അവിടെ വെച്ച് ഡൈജഷനും അബ്സോർപ്ഷനും അസിമിലേഷനും ഒക്കെ നടക്കുന്നു. നെക്സ്റ്റ്, ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിലെ ന്യൂട്രീഷൻ എന്താണ് പ്രത്യേകത? ഹ്യൂമൻ ബീങ്സിലെ ന്യൂട്രീഷനകത്ത് പെർഫോമൻസ് ചെയ്യുന്നത് ഒരു ലോങ് ട്യൂബാണ്. ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം മൗത്ത് ടു ദ ഏനസ്. മൗത്ത് തൊട്ട് ഏനസ് വരെ നീളുന്ന ഒരു ലോങ് ട്യൂബാണ് ഫങ്ഷൻ പെർഫോം ചെയ്യുന്നത്. ട്യൂബിൻ്റെ പേരെന്താണ്? എലിമെൻ്ററി കനാൽ. ഫസ്റ്റ് ന്യൂട്രീഷൻ ഹ്യൂമൻ ബീങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആഹാരം കഴിക്കുമ്പോഴാണ്. അതായത് ആഹാരം വായിലേക്ക് വെക്കുന്നു. അത് ഏതുവഴിയാണ്? മൗത്ത്. മൗത്ത് എന്താ ചെയ്യുന്നത്? അപ്പോൾ മൗത്ത് തൊട്ട് തുടങ്ങുകയാണ് ഹ്യൂമൻ ബീങ്സിലെ ന്യൂട്രീഷനിൽ ഇൻവോൾവ് ആവുന്ന പാർട്ട്. ഫസ്റ്റ് പാർട്ട് മൗത്താണ്. ഫുഡ് ഇൻടേക്ക് ത്രൂ മൗത്ത്. മൗത്തിൽ കൂടി എന്ത് ചെയ്യുന്നു? നമ്മൾ ആഹാരം വായ്ക്കുള്ളിലേക്ക് ഇടുന്നു. ദെൻ നെക്സ്റ്റ് ഫങ്ഷൻ ചെയ്യുന്ന ആരാണ്? ടീത്ത്. ബ്രേക്ക് ഓർ ച്യൂ ദ ഫുഡ്. ഫുഡിനെ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ച്യൂ ചെയ്ത് ചവച്ചരച്ചൊരു കുഴച്ചൊരു പരുവാക്കി എടുക്കുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ടങ്. ടേസ്റ്റിംഗ് ആൻഡ് റോളിംഗ് ഓഫ് ഫുഡ്. ടങ്ങിന് വേറൊരു പ്രത്യേകതയും കൂടെ. ടേസ്റ്റ് ബഡ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സ്വാദ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, ഇത് നോക്കിയേ, എലിമെൻ്ററി കനാലിൻ്റെ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു പിക്ചറാണ്. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തും തന്നിട്ടുണ്ട്. മൗത്ത്, ടങ്ക്, ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ ട്യൂബ് ചെന്ന് സ്റ്റൊമക്ക്, സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഏനസ് വഴി വേസ്റ്റ് മെറ്റീരിയൽ പുറത്തേക്ക് പോകുന്നു. അപ്പം നമ്മുടെ മൗത്തിലോട്ട് നമ്മൾ ഫുഡ് ഇട്ടു. മൗത്തിൽ എന്തുണ്ടെന്നറിയാമോ? സലൈവറി ഗ്ലാൻഡ്. എന്തുണ്ട്? സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് ഇൻസൈഡ് ദി മൗത്ത് പ്രൊഡ്യൂസസ് സലൈവ. നമുക്കറിയാം നമ്മുടെ വായിൽ എപ്പോഴും ഒരു നനവ്, ഉമിനീരുണ്ട് അല്ലേ? അത് ആ ഉമിനീര്, അതായത് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? മൗത്തിലുള്ള സലൈവറി ഗ്ലാൻഡ് ആണ്. സലൈവയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? സലൈവ കണ്ടെയ്ൻ ആൻ എൻസൈം കോൾഡ് സലൈവറി അമിലേസ്. സലൈവയിൽ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരാണ് അമിലേസ്, വിച്ച് കൺവേർട്ട് സ്റ്റാർച്ച് ഇൻറ്റു സിമ്പിൾ ഷുഗർ. നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തെ സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആക്കുന്ന ജോലി ആര് ചെയ്യുന്നു? സലൈവയ്ക്കകത്തെ എൻസൈമായ സലൈവറി അമിലേസ്. അപ്പോൾ ഓർത്തുകൊള്ളുക, ഡൈജഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? മൗത്തിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മൗത്തിലുള്ള അമിലേസ് കൺവേർട്ട് സ്റ്റാർച്ച് ഇൻറ്റു സിമ്പിൾ ഷുഗർ. നെക്സ്റ്റ്, മൗത്തിൽ നിന്ന് നമ്മൾ ആഹാരം വിഴുങ്ങി ഇറക്കിയ ആഹാരം നെക്സ്റ്റ് എവിടേക്കാണ് പോകുന്നത്? ഈസോഫാഗസ്. ഈസോഫാഗസ് നമ്മുടെ പിക്ചറിനകത്ത് നോക്കിയാൽ കാണാം ഒരു ലോങ് ട്യൂബാണ്. ടേക്കിംഗ് ഫുഡ് ഫ്രം മൗത്ത് ടു സ്റ്റൊമക്ക്. അതിൻ്റെ ജോലി എന്താണ്? മൗത്തിൽ നിന്നും സ്റ്റൊമക്കിലേക്ക് ഫുഡിനെ കൊണ്ടുപോവുകയാണ് ഈസോഫാഗസിൻ്റെ ജോലി. ബൈ എ മൂവ്മെൻറ്റ്, ഒരു മൂവ്മെൻറ്റ് വഴിയാണ്. ആ മൂവ്മെൻറ്റിൻ്റെ പേരാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്സ്. മൂവ്മെൻറ്റിൻ്റെ പേരെന്താണ്? പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്. എന്താണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്? വാട്ട് ഈസ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്? ദ എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ഓഫ് വാൾസ് ഓഫ് ഈസോഫാഗസ്. ഈസോഫാഗസിൻ്റെ വാൾസ്, അതായത് അതിൻ്റെ ഭിത്തി, ആ ലോങ് ട്യൂബിൻ്റെ ഭിത്തിയിൽ കൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ നടക്കും. അതിങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്നറിയോ? ടു പുഷ് ദ ഫുഡ് ഫോർവേഡ്. ആ ഫുഡിനെ തള്ളി മുന്നോട്ട് വിടുകയാണ്. അങ്ങനെ വിടുന്ന എങ്ങോട്ടാ? സ്റ്റൊമക്കിലേക്ക് ഫുഡിനെ തള്ളി കൊണ്ടുവരുന്നത് ഈസോഫാഗസിൻ്റെ വാളിൽ നടക്കുന്ന ഒരു മൂവ്മെൻറ്റ് വഴിയാണ്. ആ മൂവ്മെൻറ്റിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്. നെക്സ്റ്റ്, ഫുഡ് എവിടെ എത്തി? ഇനി സ്റ്റൊമക്കിലെത്തി. സ്റ്റൊമക്ക് ഈസ് എ ലാർജ് ഓർഗൻ വിച്ച് എക്സ്പാൻഡ്സ് വെൻ ഫുഡ് എൻറ്റേഴ്സ് ഇറ്റ്. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഓർഗനാണ്. ആഹാരം അകത്ത് ചെല്ലുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. The wall of the stomach had gastric glands which secretes gastric juices. മൗത്തിൽ എന്തുണ്ടായിരുന്നു? സലൈവറി ഗ്ലാൻഡ് ഉണ്ടായിരുന്നു. അത് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സലൈവയ്ക്കകത്ത് സലൈവറി അമിലേസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാളിൽ എന്തെന്നറിയോ? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ട്. ആ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്താ സെക്രീറ്റ് ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് ജ്യൂസസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്.
നമ്മുടെ സലൈവറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സലൈവയിൽ സലൈവറി അമിലേസ് ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിലെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിൽ 3 കണ്ടൻസ് ഉണ്ട്. ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ്, 2 പെപ്സിൻ ആൻഡ് മൂന്നാമത്തെ ഏതാണ് മ്യൂക്കസ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യുന്നത്? It creates an acidic medium and kills harmful bacteria in the food. നമ്മുടെ ഫുഡ് സ്റ്റൊമക്കിൽ എത്തുമ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിലൊരു അസിഡിക് മീഡിയ ഫോം ചെയ്ത് കൊടുക്കും. എന്തിനു വേണ്ടിയാണെന്നറിയോ അസിഡിക് മീഡിയ ഫോം ചെയ്ത് കൊടുക്കുന്നത്? പെപ്സിന് വേണ്ടി. പെപ്സിൻ കൺവേർട്സ് പ്രോട്ടീൻ ഇൻറ്റു അമിനോ ആസിഡ്. നമ്മുടെ വയറ്റിൽ വെച്ചിട്ട് പെപ്സിൻ എന്ന് പറഞ്ഞാൽ വേറൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗ്യാസ്ട്രിക് ജ്യൂസ്. ആ പെപ്സിൻ പ്രോട്ടീനെ അമിനോ ആസിഡ് ആക്കും. അതിനെന്ത് വേണമെന്നറിയോ? നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു അസിഡിക് മീഡിയം വേണം. ആ അസിഡിക് മീഡിയം ആക്കി കൊടുക്കുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. പിന്നീട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുന്ന ഇറ്റ് കിൽസ് ഹാംഫുൾ ബാക്ടീരിയ ഇൻ ദ ഫുഡ്. ഫുഡിനകത്തെ ഹാംഫുൾ ബാക്ടീരിയ എല്ലാം കൊന്നുകളയും. മ്യൂക്കസ് ഉണ്ട് ഇനി സ്റ്റൊമക്കിൽ. ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ഇന്നർ ലൈനിങ് ഓഫ് ദി സ്റ്റൊമക്ക് ഫ്രം ദി ആക്ഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നല്ല അസിഡിക് നേച്ചറുള്ളതല്ലേ. അപ്പം ആ അസിഡിക് നേച്ചർ കൊണ്ട് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാളിന് ഒന്നും പറ്റാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? മ്യൂക്കസ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ എന്താണ്? പെപ്സിൻ. ഇറ്റ് കൺവേർട്സ് പ്രോട്ടീൻ ഇൻറ്റു അമിനോ ആസിഡ്സ്. അത് കഴിഞ്ഞ് ഫുഡ് ഇപ്പോൾ സ്റ്റൊമക്കിൽ വെച്ച് ഈ 3 പ്രോസസ്സ് നടന്നു. ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫുഡിനകത്തുള്ള ബാക്ടീരിയ എല്ലാം കൊന്നു. മ്യൂക്കസ് ആണെങ്കിൽ ഫുഡിൻ്റെ സ്റ്റൊമക്കിൻ്റെ വാളിനൊരു പ്രൊട്ടക്റ്റീവ് ലൈനിങ് ആയിട്ട് പ്രവർത്തിച്ചു. പെപ്സിനെ പ്രോട്ടീൻസ് ആൻഡ് അമിനോ ആസിഡ് പെപ്സിൻ എന്ത് ചെയ്തു? പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റി. ഇനി ഫുഡ് അവിടുന്ന് നേരെ വരുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോട്ടാണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ദ സൈറ്റ് ഓഫ് കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് നമ്മുടെ ഫുഡിൻ്റെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കണം. അതായത് ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റ്സും എല്ലാം കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ആകുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചാണ്. ഇറ്റ് റിസീവ്സ് ദ സെക്രീഷൻ ഓഫ് ദി ലിവർ ആൻഡ് പാൻക്രിയാസ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ സ്മോൾ ഇൻറ്റെസ്റ്റൈനിന് ഈ കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും ഫാറ്റിനെയും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ ലിവറും പാൻക്രിയാസൂടാണ് അതിന് വേണ്ട സെക്രീഷൻസ് എവിടെ? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് കൊടുക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. ലിവർ കൊടുക്കുന്നത് എന്തൊക്കെയാണ്? ലിവർ സെക്രീറ്റ്സ് ബൈൽ ജ്യൂസ്, മേക്സ് ഫുഡ് ആൽക്കലൈൻ ഫോർ ഡൈജഷൻ. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന എന്താണ്? ബൈൽ ജ്യൂസ്. ആ ബൈൽ ജ്യൂസ് എന്ത് ചെയ്യുന്നറിയോ? സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വരുന്ന ഫുഡിനെ ആൽക്കലൈൻ സ്വഭാവമാക്കും. എന്തിനു വേണ്ടിയാണ്? ഡൈജഷൻ ഈസി ആയിട്ട് നടക്കാൻ. And liver also produce bile salts. It break large fat globules into smaller globules. ഫാറ്റ് പോകുന്നില്ല, ഫാറ്റ്. ആ ഫാറ്റ് ലാർജ് ഗ്ലോബ്യൂൾസ് ആയിട്ടായിരിക്കും സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോട്ട് ചെല്ലുന്നത്. ആ ഗ്ലോബ്യൂൾസിനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സിംപ്ലർ വൺ ആക്കി മാറ്റുന്നു. ആര്? ബൈൽ സാൾട്ട്സ്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എമൾസിഫിക്കേഷൻ. വാട്ട് ഈസ് എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബൈൽ സോൾട്ട്സ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് ലാർജ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇൻറ്റു സ്മോളർ ഗ്ലോബ്യൂൾസ് ഈസ് കോൾഡ് എമൾസിഫിക്കേഷൻ. ഇനി അടുത്തത് പാൻക്രിയാസ്. പാൻക്രിയാസും സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് സെക്രീഷൻസ് കൊടുക്കുന്നതാണ്. ഇറ്റ് സെക്രീറ്റ് പാൻക്രിയാറ്റിക് ജ്യൂസ് വിച്ച് കണ്ടെയ്ൻ. അത് സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ട്രിപ്സിൻ എന്നും ലിപ്പേസ് എന്നും പേരുള്ള 2 എൻസൈംസ് ഉണ്ട്. എന്താണ്? ട്രിപ്സിൻ ആൻഡ് ലിപ്പേസ്. എന്താ ഈ എൻസൈംസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു സലൈവറി ഗ്ലാൻഡിൽ അമിലേസ് ഉണ്ടായി. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ എന്തൊക്കെയായിരുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡും മ്യൂക്കസും അതിൻ്റെ കൂടെ പെപ്സിൻ എന്ന് പറഞ്ഞൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ എന്താണ് ഈ എൻസൈം എന്ന് പറഞ്ഞാൽ? എൻസൈം, വാട്ട് ഈസ് ആൻ എൻസൈം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ എഴുതും? ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്? എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് വിച്ച് ബ്രേക്ക് ഡൗൺ കോംപ്ലക്സ് മോളിക്യൂൾസ് ഇൻറ്റു സിംപ്ലർ വൺസ്. കോംപ്ലക്സ് മോളിക്യൂൾസിനെ സിംപ്ലർ മോളിക്യൂൾസ് ആക്കുന്ന ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ് എൻസൈം. അപ്പോൾ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 എൻസൈംസിൻ്റെ പേര് എഴുതാൻ ചോദിച്ചാൽ ട്രിപ്സിൻ ആൻഡ് ലിപ്പേസ്. ട്രിപ്സിൻ എന്താ ചെയ്യുന്നത്? പ്രോട്ടീനെ അമിനോ ആസിഡാക്കി മാറ്റുന്നു. പിന്നെ ലിപ്പേസോ ഫാറ്റിനെ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആക്കി മാറ്റുന്നു. ഇതാണ് ലിപ്പേസും ട്രിപ്സിനും ചെയ്യുന്നത്. ഇനി നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഇന്നർ ലൈനിങ്, അതായത് അതിൻ്റെ ഉൾഭാഗത്ത് ചെറിയ ചെറിയ വിരൽ പോലുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മുടെ വിരൽ പോലിരിക്കും. ആ സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് വില്ലേ. ആ വില്ലേ എന്തിനു വേണ്ടിയാണെന്നറിയോ? വിച്ച് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഫുൾ ഡൈജഷൻ നടക്കുകയും ചെയ്യും. അബ്സോർഷനും നടക്കുന്ന എവിടെ തന്നെയാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ് അല്ലേ.
അപ്പം സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഇന്നർ ലൈനിങ്, ദ ഇന്നർ ലൈനിങ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഹാസ് ന്യൂമറസ്, ധാരാളം ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ് വില്ലേ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് വില്ലേ? വിച്ച് ഇൻക്രീസസ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ അബ്സോർപ്ഷൻ. വില്ലേ ആർ റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ് വെസൽസ്. ഈ വില്ലയെല്ലാം ഇഷ്ടംപോലെ ബ്ലഡ് വെസൽസ് ഉള്ള സ്ട്രക്ചേഴ്സാണ്. വിച്ച് ടേക്ക് ദി അബ്സോർഡ് ഫുഡ് ടു ഈച്ച് ആൻഡ് എവറി സെൽ ഓഫ് ദി ബോഡി. ഇപ്പോൾ ബ്ലഡ് വെസൽസിലോട്ട് അബ്സോർഡ് ഫുഡ് എൻ്റർ ചെയ്താൽ നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലും കൊണ്ടുപോകുന്ന ആരാണ്? ബ്ലഡ് വെസൽസ്. ഈ വില്ലയിൽ ഉള്ള ബ്ലഡ് വെസൽസിലോട്ട് അബ്സോർബ് ആകുന്ന ഫുഡ് ബ്ലഡ് വെസൽസ് വഴി ബോഡിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നു. അപ്പോൾ അബ്സോർപ്ഷനും കംപ്ലീറ്റ് ആയല്ലോ. അടുത്തത് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ദ അൺഅബ്സോർബ്ഡ് ഫുഡ്. അപ്പോൾ അബ്സോർപ്ഷൻ കഴിഞ്ഞു, ഇനി വരുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതിനെ അൺഅബ്സോർബ്ഡ് ഫുഡ് എന്നാണ് പറയുന്നത്. ദ അൺഅബ്സോർബ്ഡ് ഫുഡ് ഈസ് സെൻറ്റ് ഇൻ ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. അതിനെ എന്ത് ചെയ്യുന്നു? ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് വിടുന്നു. അവിടെ ഉണ്ടാര്? വില്ലേ. വെയർ മോർ വില്ലേ അബ്സോർബ് വാട്ടർ ഫ്രം ദിസ് മെറ്റീരിയൽ. ഈ വരുന്ന വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നും വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നത് ബാക്കിയുള്ള വില്ലയാണ്. ദ റെസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ, അതായത് വാട്ടർ അബ്സോർബ് ചെയ്തതിന് ശേഷമുള്ള ബാക്കിയുള്ള വേസ്റ്റ് മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ് ഫ്രം ദി ബോഡി ത്രൂ ഏനസ്. ഏനസ് വഴി പുറത്തേക്ക് കളയുന്നു. ദി എക്സിറ്റ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ, അങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽ പുറത്തേക്ക് പോകുന്ന ഏനസ് അല്ലേ, ആ വഴി അവിടെ എന്തുണ്ട്? ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ദ ഏനൽ സ്പിങ്ക്റ്റർ മസിൽസ്. അവിടെയുള്ള മസിൽസ് ആണ് ഈ വേസ്റ്റ് പ്രോഡക്ട്സിനെ പുറത്തേക്ക് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആ മസിൽസിൻ്റെ പേരാണ് ഏനൽ സ്പിങ്ക്റ്റർ മസിൽസ്. അപ്പം നമ്മൾ ഇന്ന് ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സിൻ്റെ ആ പോർഷൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇപ്പം നമ്മൾ പഠിച്ച, അതായത് ഓട്ടോട്രോപിക് ന്യൂട്രീഷനും ഹെറ്ററോട്രോപിക് ന്യൂട്രീഷനും പഠിച്ചു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇടുന്നത് അടുത്ത ക്ലാസ്സിൽ. അതിനുശേഷമേ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടെല്ലാം ഷെയർ ചെയ്യണം. അപ്പം ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങിയ അടുത്ത ടോപ്പിക്ക് നാളെ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.